പച്ച പുതച്ച കാട്ടിലൂടെ അപ്പു മുന്നോട്ട് നടന്നു. ഒറ്റയ്ക്ക് പേടിച്ച് സങ്കടപ്പെട്ട് നടക്കുകയായിരുന്നു അപ്പുവിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു ചെറുകടി ശബ്ദത്തോടെ കുഞ്ഞിക്കുരുവി പറന്നു വന്നു. അപ്പുവിന് സമാധാനം തോന്നി. അവൻ സന്തോഷത്തോടെ കുരുവിയെ നോക്കി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരാ? ഞാനൊരു കുഞ്ഞിക്കുരുവിയാ. ഇരുവരും കൂടി നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അപ്പുവിൻ്റെ കാലിൽ എന്തോ ഒരു നനവ്, പതുപതുപ്പ്. അതൊരു ചെളിയായിരുന്നു. ഓ അല്ല, അത് വലിയ ചെളിക്കുഴിയായിരുന്നു. അപ്പു അപകടത്തിൽപ്പെട്ടു. അവൻ ചെളിയിൽ താഴ്ന്നുപോയി. അയ്യോ അമ്മേ എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞു. അവൻ ചെളിയിൽ നിന്ന് പുറത്തു വരാൻ ആകുന്നു ശ്രമിച്ചു. പക്ഷേ ചെളി അവനെ കൂടുതൽ താഴേക്ക് വലിച്ചു. അപ്പു പേടിച്ച് കരഞ്ഞു. അപ്പൂ, കുഞ്ഞിക്കുരുവി വിളിച്ചു. പേടിക്കണ്ട, ഞാനിവിടെയുണ്ടല്ലോ. നിന്റെ തുമ്പിക്കൈ ഉപയോഗിക്കൂ, ആ മരത്തിൻ്റെ കൊമ്പിൽ പിടിക്കൂ. അപ്പു ധൈര്യം കൂട്ടി ശക്തമായി പിടിച്ചു. ആദ്യ ശ്രമം പരാജയപ്പെട്ടുപോയി. എങ്കിലും അടുത്ത തവണ അവൻ വിജയിക്കുക തന്നെ ചെയ്തു. അപ്പു രക്ഷപ്പെട്ടു. കുഞ്ഞിക്കുരുവി അപ്പുവിൻ്റെ തലയിലിരുന്നു. രണ്ട് സുഹൃത്തുക്കളും ആടിപ്പാടി സന്തോഷത്തോടെ പതുക്കെ അങ്ങനെ യാത്ര തുടർന്നു. അവരുടെ യാത്രയിൽ അടുത്ത പരീക്ഷ കാത്തിരിക്കുന്നുവെന്ന കാര്യം അറിയാതെ.